വെൽക്കം ബാക്ക് ടു സൈലം. അപ്പോൾ ഇതാ നമ്മളെല്ലാം പഠിച്ചിന്ന് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അല്ലേ. അപ്പം ഇന്ന് നമ്മളിതാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാതെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുകയും ചെയ്യരുത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം A+ ലെവലിലേക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിനെ ഉയർത്താൻ പറ്റിയ 15 മാർക്ക് ഷൂറാക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഫുൾ മാർക്ക് തന്നെ ബോട്ടണിക്ക് നേടിയെടുക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഡിഫൈൻ ഗോസസ് കോമ്പറ്റീഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. വാട്ട് ഈസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? ഇതാണ് ചോദ്യം. എന്താണ് ഗോസസ് പ്രിൻസിപ്പിൾ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. According to the law, when two closely related species competing for same resources cannot coexist indefinitely and competitively inferior one will be eliminated eventually. അതാണ് ഗോസസിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? സെയിം റിസോഴ്സസ് ആണ് എല്ലായിടത്തും ഉള്ളതുമെങ്കിലും അവിടെ കോമ്പറ്റീറ്റീവ്ലി ഇൻഫീരിയർ വൺ ആയിരിക്കും അവിടെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ നോക്കുക, വാട്ട് ഈസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താ, പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഉണ്ട്. അവർ ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടോ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? പ്രൈമറി പ്രൊഡക്ടിവിറ്റിൻ്റെ ഫാക്ടേഴ്സ് എന്താണ്? ഫോട്ടോസിന്തസിസ് റേറ്റ്, അതുപോലെ ടെമ്പറേച്ചർ, സൺലൈറ്റ്, ബാക്കിയുള്ള ഫോട്ടോസിന്തസിസ് നടക്കാനുള്ള ഫാക്ടേഴ്സ് എല്ലാം എന്താണ്? പ്രൈമറി പ്രൊഡക്ടിവിറ്റീൻ്റെ ഫാക്ടേഴ്സ് തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ആർ ട്രാൻസ്ജെനിക് ആനിമൽസ്? മെൻഷൻ 2 യൂസസ് ഓഫ് ട്രാൻസ്ജെനിക് ആനിമൽസ്. എന്താണ് ട്രാൻസ്ജെനിക് ആനിമൽസ്? നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ആനിമൽസ് ഹൂസ് DNA ഈസ് മാനിപ്പുലേറ്റഡ് ടു പൊസസ് ആൻഡ് എക്സ്പ്രസ് എ ഫോറിൻ ജീൻ ആർ കോൾഡ് ട്രാൻസ്ജെനിക് ആനിമൽസ്. നമ്മൾ അധികവും ബയോടെക്നോളജി ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നതാണ് എന്ത്, എന്തെങ്കിലും ഒരു വാക്സിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ DNA കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് മാനിപ്പുലേറ്റഡ് ടു പൊസസ് ആൻഡ് എക്സ്പ്രസ് എ ഫോറിൻ ജീൻ. അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ജെനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നത്. മെൻഷൻ 2 യൂസസ്. എന്തൊക്കെയാണ് ട്രാൻസ്ജെനിക് ആനിമൽസ് യൂസസ്? കുറേ ഉണ്ട്. ഏതെങ്കിലും 2 എണ്ണം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. യൂസ് ടു സ്റ്റഡി നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ജീൻ. യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ദ റോൾ ഓഫ് ജീൻ ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് എ ഡിസീസ്. നമുക്ക് അസുഖങ്ങളെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഫിസിയോളജി വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ട്രാൻസ്ജെനിക് ആനിമൽസ് മൈസ് ആർ യൂസ്ഡ് ഇൻ ടെസ്റ്റിംഗ് സേഫ്റ്റി ഓഫ് വാക്സിൻ. ഞാൻ നേരത്തെ പറഞ്ഞു, വാക്സിൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊറോണയൊക്കെ ഇതേപോലെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ കമേഴ്ഷ്യൽ പബ്ലിക് അല്ലെങ്കിൽ മറ്റുള്ള യൂസിലേക്ക് നമ്മൾ കൊണ്ടുവന്നുള്ളത്. ആൻഡ് ദേ ആർ യൂസ് ഫോർ ടോക്സിസിറ്റി ഓർ സേഫ്റ്റി ടെസ്റ്റിംഗ് ഓഫ് കെമിക്കൽ ആൻഡ് യൂസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോളജിക്കൽ പ്രോഡക്റ്റ് പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ട്രാൻസ്ജെനിക് ആനിമൽസിനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത നോക്കാം. എക്സ്പാൻഡ് GEAC ആൻഡ് മെൻഷൻ ഇറ്റ്സ് എയിം. GEAC പലതവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. എന്താണ് GEAC എന്ന് പറയുന്നത്? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റിയാണ്. എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഇനി എന്താണ് മെൻഷൻ ഇറ്റ്സ് എയിം? എന്താണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്? ഓർഗനൈസേഷൻ സെറ്റപ്പ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു മേക്ക് ഡിസിഷൻസ് ഫോർ പ്രൊഡ്യൂസിങ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആൻഡ് റിലേറ്റഡ് റിസർച്ച് സേഫ്റ്റി ഓഫ് ഇൻട്രൊഡ്യൂസിങ് GM ഓർഗാനിസം ഫോർ പബ്ലിക് സർവീസസ്. അപ്പോൾ ഇത്തരത്തിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് വരുമ്പം അതിൽ എത്രത്തോളം സേഫ്റ്റി ഉണ്ട്, എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടോ, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റി അണ്ടറിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് പബ്ലിക് സർവീസ് ആയിട്ട് കൊടുക്കുന്നതാണ് എന്ത്, ഈ GEACൻ്റെ എയിം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ റെഡി ആയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെയിം ദ ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ ദാറ്റ് പ്രൊഡ്യൂസ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക്. അറിയാവുന്നതാണല്ലോ. അപ്പോൾ 1 മാർക്കിന് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. റോസിയാണ് കേട്ടോ. സോ ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ ദാറ്റ് പ്രൊഡ്യൂസ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക് എന്ന് പറയുന്നത് നമ്മുടെ റോസിയാണ്. അപ്പോൾ റോസിനെ മറന്നു പോയില്ലല്ലോ. ഓക്കെ. അപ്പോൾ BT cotton is a transgenic plant. What does BT stands for? Explain the mechanism of insect resistance in BT cotton. എന്താണ് BT സ്റ്റാൻഡ്സ് ഫോർ? അല്ല, നമ്മൾ BT കോട്ടണിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഈ ഒരു എന്താണ് BTൻ്റെ ആ ഒരു ജീനെ എടുക്കുന്നത് എവിടെ നിന്നാണ്? നമ്മളൊരു ബാക്ടീരിയയിൽ നിന്നാണ്. ആ ബാക്ടീരിയ ഏതാണ്? ബാസിലസ് തുറിഞ്ചിയൻസസ് ആണ് അല്ലേ. അപ്പോൾ ആ ബാക്ടീരിയയാണ് BT എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ഇൻസെക്ട് റെസിസ്റ്റൻസ്. എന്തുകൊണ്ടാണ് ഈ റെസിസ്റ്റൻസ് വരാൻ കാര്യം? BT ടോക്സിൻ എന്ന് പറയുന്ന ഈ ആ ജീൻ അല്ലെങ്കിൽ BT എന്ന് പറയുന്ന ആ ജീൻ എന്ന് പറയുന്നത് എന്താണ്? ക്രൈ ജീനാണ്. ദാറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ബാസിലസ് തുറിഞ്ചിയൻസ്. നമ്മൾ പറഞ്ഞു ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്തു, എന്നിട്ട് നമ്മളത് കോട്ടൺ പ്ലാന്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് വിടുകയാണ്. ആൻഡ് ദിസ് ജീൻ പ്രൊഡ്യൂസ് ആൻ ഇൻസെക്ടിസൈഡ് പ്രോട്ടീൻ കോൾഡ് BT ടോക്സിൻ ഇൻ ദ സെൽസ് ഓഫ് കോട്ടൺ പ്ലാന്റ്. അങ്ങനെ അത് എന്ത് ചെയ്യുന്നു? കോട്ടൺ പ്ലാന്റിലേക്ക് ആ ജീനെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. പിന്നെയോ ദ പ്രോ ടോക്സിൻ വെൻ ഗെറ്റ്സ് ഇൻ ടു ദ ഗട്ട് ഓഫ് ഇൻസെക്ട് ടേൺസ് ടോക്സിക് ഇൻ ദ ആൽക്കലൈൻ pH ആൻഡ് കിൽ ദ ഇൻസെക്ട്. അപ്പം ഈ ഒരു ടോക്സിൻ എന്ന് പറയുന്ന പ്ലാന്റിന് ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നില്ല, പക്ഷേ എന്ത് ചെയ്യുന്നു?
തരത്തിലുള്ള ഇൻസെക്റ്റ് നമ്മുടെ ബുൾവാം ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഗട്ടിലേക്ക് ഇത് എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ അസിഡിക് ആയിട്ടുള്ള അവർ ആൽക്കലൈൻ pH കൂട്ടുകയും അവരെ നശിപ്പിക്കുകയും ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതെന്താണ്, ഇൻസെക്റ്റിനെ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ടോക്സിൻ അതിനെ കില്ല് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗിവൻ ബിലോ ഇസ് എ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ വിച്ച് ഷോസ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അപ്പോൾ നോക്കുക, എയും ബിയും നമ്മൾ ലേബൽ ചെയ്യണം. ഡിഫൈൻ മോർട്ടാലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മോർട്ടാലിറ്റി ആണെങ്കിൽ ഇവിടെ എന്താണ്, നെറ്റാലിറ്റി ആണ്. ഇവിടെ ഇമിഗ്രേഷൻ ആണെങ്കിൽ ഇവിടെ ഇമിഗ്രേഷൻ ആണ്. നമ്മൾ ഇതിന് മുന്നേ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ മേജർ ഫാക്ടേഴ്സ് ആണ് നെറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ദ പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൻ പീരിയഡ് അല്ലേ. നമ്പർ ഓഫ് ഡെത്തിനെയാണ് നമ്മൾ മോർട്ടാലിറ്റി എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ബർത്തിനെയാണ് നമ്മൾ നെറ്റാലിറ്റി എന്നും പറയുന്നത്. അപ്പോൾ അത് ഡെഫിനിഷൻ അറിയാലോ, നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പോപ്പുലേഷൻ, ഡെത്ത് റേറ്റ് ആണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കൂളായിട്ട് തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്പാൻഡ് PCR. ഞാൻ പറഞ്ഞു ഫിഗർ തന്നിട്ട് ചോദിക്കാം, അല്ലാതെയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത്, PCR എന്ന് പറയുന്നത്. വാട്ട് ആർ ദ 3 steps ഇൻവോൾവ് ഇൻ PCR? വാട്ട് ആർ പ്രൈമേഴ്സ്? ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. PCR നമുക്കറിയാം എന്താണ്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. അതിൻ്റെ സ്റ്റെപ്പ് ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് വെക്കുക. ഇതുവരെയും പഠിക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ട് തന്നെ അത് പഠിച്ചിട്ട് വെക്കുക. ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. പിന്നെയോ ബാക്കി ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ആർ പ്രൈമേഴ്സ്? പ്രൈമേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, നമ്മൾ 2 ജീൻ തുടങ്ങുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടൊരു പ്രൈമറിനെയാണ് കൊടുക്കുന്നത്. അതാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ആ ഒരു റെപ്ലിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് സ്മോൾ ഒളിഗോന്യൂക്ലിയോടൈഡ് സീക്വൻസ് കോംപ്ലിമെൻ്ററി ടു ദ റീജിയൻസ് ഓഫ് DNA. ഇവിടെ ഒളിഗോന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന ടേം എന്തായാലും വന്നിരിക്കണം. പ്രൈമർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ ആ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് സ്മോൾ ഒളിഗോന്യൂക്ലിയോടൈഡ് സീക്വൻസ് കോംപ്ലിമെൻ്ററി ടു ദ റീജിയൻസ് ഓഫ് DNA, അതിനെയാണ് നമ്മൾ പ്രൈമർ എന്ന് പറയുന്നത്. പഠിച്ചല്ലോ, ഇത് ഇവിടുന്ന് തന്നെ പഠിച്ചു പൊക്കോളൂ കേട്ടോ. അടുത്തത് വാട്ട് ഈസ് ജീൻ തെറാപ്പിയാണ്. ഹൗ ADA ഡെഫിഷ്യൻസി ഡിസോർഡർ ഒക്കെ സജസ്റ്റ് എ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ടു ഗിവ് ADA ഡെഫിഷ്യൻസി. എന്താണ് ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ? ജീൻ തെറാപ്പി നമ്മൾ പറഞ്ഞു പലതവണ ADA ഡെഫിഷ്യൻസിയിലെ സമയത്തൊക്കെ ജീനിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്ത് അതിൻ്റെ ആ പ്രശ്നം ഡെഫിഷ്യൻസിനെ നമ്മൾ മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, കളക്ഷൻ ഓഫ് മെത്തേഡ് ദാറ്റ് അലൗ കറക്ഷൻ ഓഫ് എ ഡിഫക്റ്റീവ് ജീൻ ഡയഗ്നോസ്ഡ് ഇൻ എംബ്രിയോ ഓർ ചൈൽഡ് ഈസ് കോൾഡ് ജീൻ തെറാപ്പി. അപ്പോൾ ആ ജീനിനെയാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത്, അതിനെയാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇനി നോക്കുക, സജസ്റ്റഡ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ടു ADA ഡെഫിഷ്യൻസി എന്താണ്? അല്ല, അതിന് മുന്നേ ADA ഡെഫിഷ്യൻസി ഓക്കുവാർ. അതെന്താണ് ADA ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂ ടു ദ ഡിലീഷൻ ഓഫ് ജീൻ ഫോർ അഡിനോസിൻ ഡിഅമിനേസ് എൻസൈം. അഡിനോസിൻ ഡിഅമിനേസ് എൻസൈം വരേണ്ട അടുത്ത് അതിൻ്റെ ഡെഫിഷ്യൻസി വന്നുകൊണ്ടാണ് ADA ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ആ ഒരു സിൻഡ്രോം വരുന്നത്. അതിനെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം? എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഉണ്ട്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, ജീൻ തെറാപ്പി ഉണ്ട്. പല ഓൾട്ടർനേഷൻസ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. അടുത്ത് നോക്കാം, പ്രിഡേഷൻ ഈസ് ആൻ ഇൻറ്ററാക്ഷൻ വിച്ച് ഹാസ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ നേച്ചർ. റൈറ്റ് ഡൗൺ 2 സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിഡേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ മിസ് പറയുകയാണ്, എല്ലാ തരത്തിലുള്ള ഇൻട്രാക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. മ്യൂച്വലിസം, കോമ്പറ്റീഷൻ, കമൻസാലിസം, അമൻസാലിസം, ഇതെല്ലാം ഒന്ന് ഡിഫൈൻ ചെയ്യാനും പഠിക്കണം. അതിനൊരു എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിക്കണം. അതിന് സിമ്പലും ഓർത്തിരിക്കേണ്ടതാണ്. ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നിന്ന് പ്രിഡേഷൻ ചോദിക്കാം, പകരം കോമ്പറ്റീഷൻ ചോദിക്കാം, പകരം പാരസൈറ്റിസം ചോദിക്കാം. അപ്പം പാരസൈറ്റിസം ചിലപ്പം ബ്രൂട്ട് പാരസൈറ്റിസം എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നോക്കണം. അപ്പോൾ ബ്രൂട്ട് പാരസൈറ്റിസം ഇതിൻ്റെ ഡെഫിനിഷൻ കൂടെ പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. അപ്രൂവ്ഡ് പാരസൈറ്റിസം കൂടെ പഠിച്ചിട്ട് പോകണം. അപ്പോൾ നോക്കുക, പ്രെഡേഷൻ ഇസ് എൻ ഇൻട്രാക്ഷൻ വിച്ച് ഹാസ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് നേച്ചർ ആൻഡ് 2 സിഗ്നിഫിക്കൻസ് ആണ് എഴുതേണ്ടത്. പ്രെഡേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാനൽസ് ഓഫ് എനർജി ട്രാൻസ്ഫർ ആണ്. ട്രോപ്പിക് ലെവൽ ദ കീപ് പ്രേ പോപ്പുലേഷൻ അണ്ടർ കൺട്രോൾ. പ്രെഡേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട എന്താണ്? പോപ്പുലേഷൻ അണ്ടർ കൺട്രോൾ ചെയ്യുന്നു. അത് മാത്രമല്ല എനർജീനെ അടുത്ത ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ദേ കീപ് പ്രേ പോപ്പുലേഷൻ അണ്ടർ കൺട്രോൾ. ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് അഡോപ്റ്റഡ് ഇൻ അഗ്രികൾച്ചർ പെസ്റ്റ് കൺട്രോൾ. ഈ തരത്തിൽ ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ ഒക്കെ എന്താണ് ഈ പ്രിഡേഷൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് based on the ability of predators also help in maintaining species diversity in community. അപ്പം അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിഡേഷൻ എഴുതാൻ പഠിച്ചല്ലോ. ഇതുപോലെ എല്ലാത്തിൻ്റെയും സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. അടുത്ത വീണ്ടും ഞാൻ പറഞ്ഞു ടേബിൾ പഠിച്ചു വെക്കണമെന്ന് നോക്കാം. എക്സാമ്പിൾസ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സർട്ടൻ ഓർഗാനിസം ഇൻ ഡിഫറെൻറ്റ് ഹാബിറ്റേറ്റ് പ്രൊവൈഡഡ് ബിലോ അറേഞ്ച് ദം അണ്ടർ അപ്രോപ്രിയേറ്റ് ഹെഡിങ്സ് ആണ് തന്നിരിക്കുന്നത്. പാരസൈറ്റിസം എന്ന് പറയുമ്പോൾ നോക്കുക, ടിക്സ് ഓൺ ഡോഗ് നമുക്കറിയാം, അത് പാരസൈറ്റിസം ആണ്. ഓർക്കിഡ് ആൻഡ് മാംഗോ ട്രീ, ഓർക്കിഡ് മാംഗോ ട്രീയും എന്താണ്? ഓർക്കിഡ് പാരസൈറ്റിസം ആണോ, മ്യൂച്വലിസം ആണോ, കമൻസാലിസം ആണോ?
യെസ്, കമൻസാലിസമാണ്. ഫംഗി ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മ്യൂച്വലിസമാണ്. ലൈസോണം ആൻഡ് പാരസൈറ്റിസമാണ്. കാറ്റിൽ എഗ്രറ്റും ഗ്രേസിങ് കാറ്റിലും എന്താണ്? കമൻസാലിസമാണ്. ലൈക്കൻ എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വലിസമാണ്. അപ്പോൾ എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യുക. ടിക്സും ലൈസും പാരസൈറ്റിസം, ഫംഗൈ റൂട്ട്സ് ലൈക്കൻ മ്യൂച്വലിസം, ഓർക്കിഡ് മാംഗോട്രീം കാറ്റിൽ എഗ്രറ്റും എന്താണ്? കമൻസാലിസം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ അത് ഓർഡറിൽ തന്നെ മനസ്സിലാക്കി വെക്കാം. അടുത്ത് നമുക്ക് നോക്കാം. ഡെട്രിവോസ് പ്ലേ എ മേജർ റോൾ ഇൻ ഡീകമ്പോസിഷൻ. വാട്ട് ഈസ് detrivore? What are detrivores? And write an example for a detrivore. എന്താണ് ഈ detrivores എന്ന് പറയുമ്പം? വലിയൊരു റോള് ഡെട്രിവോസിനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്? ദേ ആർ ഓർഗാനിസം വിച്ച് ബ്രേക്ക് ഡൗൺ ഡെട്രീറ്റസ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾ. ഡെട്രീറ്റസ് അല്ലെങ്കിൽ ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ അഴുകാൻ സഹായിക്കുന്നത് നമ്മുടെ ഈ ഡെട്രിവോസ് ആണ്. അവരുടെ എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെക്കേണ്ടത് എർത്ത് വേം ഓർത്ത് വെക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? അപ്പം എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക, എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും കൂടെ പഠിച്ചു വെക്കുക. Then primary productivity can be divided into two. Name them. Primary productivity depends on various factors. Write any two factors. ഫസ്റ്റിൻ്റെ ആൻസറും ഇവിടെ തന്നെയാണ് വരുന്നത് കേട്ടോ. എന്താണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഫാക്ടേഴ്സും എന്താണ്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ തന്നെ നമുക്ക് രണ്ടെണ്ണം പറയാം, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും. അപ്പം അതിൽ പ്ലാന്റ് സ്പീഷീസ് ഇൻഹിബിറ്റിംഗ് എ പെർട്ടിക്കുലർ ഏരിയ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്സ്, ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ ഫാക്ടേഴ്സാണ്. ഇത് രണ്ടെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ GPP NPP എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം അവരുണ്ടാക്കുന്ന ഗ്രോസ് പ്രൈമറി പ്ലാന്റ്സ് ഉണ്ടാക്കുന്നതാണ് എന്ത്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കുന്ന എനർജി. അതിൽ അവർ റെസ്പിറേഷൻ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ GPP മൈനസ് റെസ്പിറേഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഈ ഇക്വേഷനും പഠിച്ചു വെക്കണം, മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ക്ലിയർ ആയിട്ട് സെറ്റായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അടിപൊളിയായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് പറഞ്ഞു കഴിഞ്ഞു. സോ ഉഷാറായിട്ട് തന്നെ എന്ത് ചെയ്യുക? ബോട്ടണി ഫുൾ മാർക്ക് തന്നെ മേടിക്കുക. നമുക്ക് എക്സാം കഴിഞ്ഞ് കാണണം. എല്ലാവരും എക്സാം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിൽ വരുന്ന അറിയിക്കണം. പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചാലും കുഴപ്പമില്ല. സോ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്താൽ ബോട്ടണി ഫുൾ മാർക്ക് തന്നെ മേടിക്കുക. ഓക്കെ, ദെൻ ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.